സിവിൽ സർവീസ് പഠനത്തിൽ ജോഗ്രഫിയുടെ പ്രാധാന്യം, ജോഗ്രഫിയിൽ നമുക്ക് എങ്ങനെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാം? ജോഗ്രഫി ഈസ് എ പോപ്പുലർ സബ്ജക്ട് ചൂസൺ ബൈ മെനി ആസ്പിറൻസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഓപ്ഷണലായിട്ട് എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. അതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജസ് ജോഗ്രഫിക്കുണ്ട്. ഒന്നാമത്തേത് ഇറ്റ്സ് ആൻ ഓവർലാപ്പിംഗ് സബ്ജക്റ്റ്. കാരണം അത് ഒരുപാട് നമ്മുടെ മറ്റ് വിഷയങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ സിവിൽ സർവീസ്, UPSC സിവിൽ സർവീസ് റൈറ്റ് അതിലോട്ട് വരുമ്പോഴും അതിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ഫിസിക്കൽ ജോഗ്രഫി, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇതിൽ എല്ലാത്തിനും അതുകൊണ്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എടുത്താലും ഇപ്പോൾ എൻവയോൺമെൻറ്റ് 2013 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസിൽ വന്ന റിവിഷനിൽ ജോഗ്രഫിയിൽ നേരത്തെ ഒരുപാട് ചോദ്യങ്ങൾ അതുമായിട്ട് റിലേറ്റീവ് വന്നെങ്കിലും പിന്നീട് ഈ പറഞ്ഞ എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് ഇന്ന് കൂടുതലും UPSC ഫോക്കസ് ചെയ്യുന്ന ഏരിയാസാണ് ഇവ. ഇവയ്ക്കൊക്കെ ജോഗ്രഫിയായിട്ട് വളരെയധികം ബന്ധം ഉണ്ട്. നമ്മൾ അതിൻ്റെ സിലബസ്, ജോഗ്രഫിയുടെ സിലബസ് മാത്രം നോക്കുകയാണെങ്കിൽ അത് അത്ര വാസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ തന്നെ വളരെ പ്രിസൈസായിട്ട് നമുക്ക് പഠിക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണം ജോഗ്രഫിക്കുണ്ട്. പിന്നീട് നമ്മളിപ്പം ആസ് എ ജോഗ്രഫി ട്യൂട്ടർ, ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മൾ ജോഗ്രഫി ആദ്യമായിട്ട് എടുക്കുന്നവരത് പ്രധാനമായി നോക്കുകയാണെങ്കിൽ ജോഗ്രഫി ഒരു 10th വരെയാണ് കൂടുതലും ഒരു ആളുകൾ അത് പഠിച്ചിട്ടുള്ളത് കുട്ടികളൊക്കെ. പിന്നീട് അവരത് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രീമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സ്ട്രീമുകളിലോട്ട് പോവുകയും ചാനലൈസ് ചെയ്ത് പോകുമ്പോഴും ജോഗ്രഫിയുടെ ഒരു ടച്ച് അവർക്ക് ഇല്ലാതായി വരുന്നു. പിന്നീട് ഇപ്പം ഈ സിവിൽ സർവീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പോകുമ്പോഴായിരിക്കും അവർ ജോഗ്രഫി പ്രധാനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ അവർ നേരിടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് 10th വരെയുള്ളൊരു നോളജ് അവർക്ക് അവിടെ ഉള്ളൂ. പിന്നീട് അവർ എന്ത് ചെയ്യുന്നു, ഒരു ബേസ് തൊട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഞാനിപ്പം പറയുന്നത് നമ്മൾക്ക് UPSCയിലെയും എല്ലാത്തിൻ്റെയും നമ്മളതിൽ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്സ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കി പഠിക്കുക. ഫോർ ജോഗ്രഫി, കമ്മിങ് ടു ജോഗ്രഫി, ഒരു 6 to 10 ആ ഒരു 5 ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റെപ്പ് 1 ആയിട്ട് ടേക്കിംഗ് ദ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് 6 to 10 ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റുകളെ, NCERT ജോഗ്രഫി ടെക്സ്റ്റുകളെ നമുക്ക് യൂസ് ചെയ്യാം, ഒരു റിസോഴ്സായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കോൺസെപ്റ്റ് ബേസ് ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ബേസിക്സ് ആണ് അതിൽ വരുന്നത്. ഒരു ചാപ്റ്റർ എടുത്താൽ ഒരു 2 or 3 പേജസ്, മാക്സിമം ഒരു 3 പേജസിനുള്ളിൽ തന്നെ ഈവൻ 10th സ്റ്റാൻഡേർഡ് എടുത്താൽ പോലും അത്ര വാസ്റ്റ് അല്ല. അപ്പോൾ മറ്റ് സിലബസുകൾ, എല്ലാ സിലബസും നമ്മൾ ഒരു നോക്കണമെങ്കിലും ഇപ്പം UPSCയിലോട്ട് വരുമ്പോൾ NCERT ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഈവൻ 10th സ്റ്റാൻഡേർഡിൻ്റെയും ഈവൻ അത് കഴിഞ്ഞുള്ള ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോഴും എല്ലാം വളരെ ആ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഓരോ ചാപ്റ്റേഴ്സും മേക്ക് ചെയ്തിരിക്കുന്നത് ജോഗ്രഫിയിൽ. അപ്പോൾ 6 to 10 ക്ലാസ്സിലെ ഒരു ബുക്ക് ആർക്കാണെങ്കിലും ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത, ഇപ്പോൾ എനിക്കറിയാവുന്നവർ തന്നെ BTech കഴിഞ്ഞവർ ജോഗ്രഫി ഓപ്ഷനിൽ എടുത്ത് ക്രാക്ക് ചെയ്തവരുണ്ട്, ടോപ്പേഴ്സ് ആയവരുണ്ട്. BTech ഈവൻ ഡോക്ടേഴ്സ് ഒരുപാട് പേര് ജോഗ്രഫി മെയിനിൽ ഓപ്ഷനിലായിട്ട് എടുത്തവരുണ്ട് മെയിൻസിലോട്ടൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവർക്കത് ക്രാക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നോർമലി നമ്മുടെയൊക്കെ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള അല്ലെങ്കിൽ നോർമലി ഇപ്പം ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസൊക്കെ പഠിച്ചവർക്ക് ഏത് ഒരു സ്ട്രീമാണെങ്കിലും ജോഗ്രഫി അവർക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ബേസിക്സ് എന്ന് പറയുന്നത് ഈ 6 to 10 ക്ലാസ്സിൻ്റെ NCERT തന്നെയാണ്. പിന്നീട് അവർ എന്ത് ചെയ്യണം, അവർ കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി ഫൗണ്ടേഷൻ അവർക്ക് ഒരു കവർ ആകുമ്പോൾ പിന്നീട് അടുത്തയിലോട്ട് പോകാൻ വേണ്ടി അവർക്ക് അടുത്ത ഹയർ സെക്കൻഡറിയിൽ ടെക്സ്റ്റ് അവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ക്ലാസ് 11 and 12. അതിലും കൂടുതലായിട്ട് ഇപ്പം UPSCയുടെ ഏതൊരു ഒരു മെയിൻ റിസോഴ്സായിട്ട് അവർ പറയുന്നത് ക്ലാസ് 11ൻ്റെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. ക്ലാസ് 11ൻ്റെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ് അവർ പറയുന്നത്. കാരണം അതിലെ ആ ഒരു നമ്മൾ ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വെൽ പ്രിസൈസ് ആയിട്ട് ആസ് പെർ UPSC സിലബസ് ആണ് ആ ഒരു ചാപ്റ്റേഴ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതേപോലെ ഈ 11th 10th 12th വരുമ്പോൾ ഒരു ഫണ്ടമെൻറ്റൽസ് ആണ്, ജോഗ്രഫിയുടെ ഫണ്ടമെൻറ്റൽസ് ആണ് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. പിന്നീട് ക്ലാസ് ഈവൻ 12th 11th ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽസും അടുത്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെക്സ്റ്റാണ്. ഇപ്പം +1 എടുക്കുകയാണെങ്കിൽ ക്ലാസ് 11ലെ NCERT എന്ന് പറയുന്നത് ജോഗ്രഫി, ഫസ്റ്റ് ടെക്സ്റ്റ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതിനകത്ത് ഈ ജിയോമോർഫോളജി അല്ലെങ്കിൽ ഫിസിക്കൽ ആസ്പെക്ട്സ് വരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റോളജി ഇന്ന് കൂടുതലും UPSC ഫോക്കസ് ചെയ്യുന്ന ഏരിയ, UPSC മാത്രമല്ല നമ്മൾ ഏതൊരു എക്സാം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കിയാലും അവർ ക്ലൈമറ്റുമായിട്ട് ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് വരുന്നുണ്ട്. കാരണം വി ആർ വേർജ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ക്ലൈമറ്റോളജി, പിന്നെ ഓഷ്യനോഗ്രഫി, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം നമ്മൾ ഹ്യൂമൻസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എൻവയോൺമെൻറ്റ് നമ്മളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മാൻ നേച്ചർ റിലേഷൻഷിപ്പിന് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് UPSC അല്ലെങ്കിൽ അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആർ ഫോക്കസിങ് ഓൺ ദിസ് ഏരിയ.
അപ്പോൾ ആ ഒരു ബേസ് എല്ലാം നമുക്ക് ഈ ക്ലാസ് 11 നിന്ന് കിട്ടുന്നു. അതേപോലെ ഞാൻ പറഞ്ഞു ഒരു ടെക്സ്റ്റ് കൂടി ക്ലാസ് 11 വരുന്നു, അതൊരു ഇന്ത്യയാണ്. അപ്പോൾ റീജിയണലൈസ് ആയിട്ടുള്ള കുറേ ടോപ്പിക്ക് നമുക്ക് ഇന്ത്യയെ ബേസ് ചെയ്ത്, ഇപ്പോൾ UPSC ആകുമ്പോൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാ മറ്റ് വിഷയങ്ങളും ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈവൻ കറണ്ട് അഫയേഴ്സ്, ഇവയോട്ടെല്ലാം ഒരു ഓവർലാപ്പിംഗ് വരുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് വിഷയങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ വി നീഡ് ഓൺലി ലെസ് റോഡ് ലേണിംഗ് ഇൻ ദിസ് സബ്ജക്റ്റ്. മറ്റ് വിഷയങ്ങളെക്കാൾ ഒരുപാട് നമ്മൾ ഈ കാണാതെ ഓരോന്ന് ഓർത്തിരിക്കുക, പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വി നീഡ് എ പിക്ചർ. അപ്പം ആസ് എ ട്യൂട്ടർ ഞാൻ കുട്ടികളോട് പറയുന്നത്, നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു പിക്ചർ മനസ്സിലോട്ട് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമ്മൾ എർത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമുക്ക് എർത്തിൻ്റെ ഒരു മോഡലുണ്ട്, ഗ്ലോബ് ഉണ്ട്. അത് കാര്യം നമുക്ക് പുറത്ത് പോയിട്ട് എർത്തിനെ നോക്കി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. വി ഹാവ് എ മോഡൽ, വി ഹാവ് എ ഗ്ലോബ് വിത്ത് അസ്. സോ ആ ഗ്ലോബ് വെച്ച് തന്നെ നമുക്ക് കോണ്ടിനെൻറ്റ്സ് മനസ്സിലാക്കാം, ഓഷൻസ് മനസ്സിലാക്കാം, അതിലുള്ള ഇമാജിനറി ലൈൻസ് ആയ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് മുതലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഗ്ലോബിൻ്റെ സഹായത്തോടുകൂടി പഠിക്കാൻ സാധിക്കും. ദെൻ വി ഹാവ് കുറച്ചുകൂടി അത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് മാപ്പ്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫറിൻ്റെ ടൂൾ എന്ന് പറയുന്നത്. ഈ മാപ്പ് നമ്മൾ എടുത്തു നോക്ക്, ഹിസ്റ്ററിയിൽ മാപ്പുണ്ട്. സോ അതാണ് പറഞ്ഞത്, മറ്റ് സബ്ജക്ട്സുമായിട്ട് ഈവൻ ഒരു ഇന്റർ ഡിസിപ്ലിനറി വരുന്നൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ്സ് എടുത്താൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഇവൻറ്റ് നടക്കുന്നത് ഏതെങ്കിലും ഒരു പ്ലേസിലായിരിക്കും. ആ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, സ്പേസ് ആണ്, ജോഗ്രഫിയാണ്. ഇനി കമ്മിങ് ടു അതർ സബ്ജക്ട്സ്, ഈവൻ നമുക്ക് സോഷ്യലിൽ നിന്ന് വിട്ട് നോക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആയി പോകും, എല്ലാം കണക്റ്റഡ് ആണല്ലോ. ഇനി മറ്റ് സയൻസ് എടുത്ത് നോക്കിയാലും ഈവൻ മാത്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇപ്പോൾ ജോഗ്രഫിയിൽ മാത്സ് ഉണ്ട്. ജോഗ്രഫിയിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതല്ലാതെ തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ, ടൈം കാൽക്കുലേഷൻ ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് പറയുമ്പോൾ അതിൽ ലോഞ്ചിറ്റ്യൂഡ്, അത് കൂടുതലും നമ്മൾ ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ടൈം കാൽക്കുലേഷന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെയും കാൽക്കുലേഷൻ വരുന്നുണ്ട്, അതായത് മാത്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ മീഡിയൻ മോഡ്, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ജോഗ്രഫിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സർക്കംഫറൻസ്, എർത്തിൻ്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോഴൊക്കെ അവിടെ വി ആർ ഇംപ്ലിമെൻറ്റിംഗ് വാട്ട്, അല്ലെങ്കിൽ വി ആർ ടേക്കിംഗ് മാത്സ് സബ്ജക്റ്റ് ദയർ. അപ്പോൾ അവിടെ മാത്സിൻ്റെ ഒരു യൂസ് അവിടെ വരുന്നുണ്ട്. ഇനി ഫിസിക്സിലായിക്കോട്ടെ, ജിയോ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ജിയോ ഫിസിക്സ്. പിന്നെ ആസ്ട്രോളജി പറയുമ്പോൾ, അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുമ്പോഴും എല്ലാം ജോഗ്രഫിയുടെ ഒരു ലിങ്ക് അവിടെ വരുന്നുണ്ട്. സ്റ്റാർസ്, കോൺസ്റ്റലേഷൻസ്, അവിടെ എല്ലാം അപ്പോൾ ഫിസിക്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിൽ മറ്റ് കെമിസ്ട്രി, ഇനി ജോഗ്രഫിയിലും കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ജിയോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്, ജോഗ്രഫിയിൽ നിന്ന് വേറെ ആണെങ്കിൽ പോലും അവിടെയും നമ്മൾ റോക്സ്, മിനറൽസ് ജോഗ്രഫിയിലൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെ എല്ലാം വരുമ്പോഴും ഇറ്റ്സ് ആൻ ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ്. അപ്പോൾ മറ്റ് സബ്ജക്റ്റുമായിട്ട് ഓവർലാപ്പ് വരുന്നത് തന്നെയാണ് ജോഗ്രഫിയുടെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, മറ്റ് സബ്ജക്ട്സ് പഠിച്ചവർക്കും ജോഗ്രഫി വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് എ സയൻസ്, ഈവൻ ദോ അത് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റ് ആണ് നമ്മുടെ ഒരു കരിക്കുലത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വെൻ വി ഗോ ഫോർ ഹയർ സ്റ്റഡീസ് വി നോ ദാറ്റ് ഇറ്റ്സ് എ സയൻസ്, ഇറ്റ്സ് എ ബാച്ചിലർ ഓഫ് സയൻസ് ആസ് വെൽ ആസ് എ മാസ്റ്റർ ഓഫ് സയൻസ്. ഒരു സ്ട്രീമിലോട്ട്, സയൻസ് സ്ട്രീമിലോട്ട് പോകുന്ന, ഫാക്കൽറ്റിയിലോട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി.